കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് കല്യാണി കിരണിന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, കാർത്തിയേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലണം, നമ്മൾ ഇന്ന് കാണണം എന്ന് പറഞ്ഞു. അല്ല, അതെന്തിനായിരിക്കും? അതിനെക്കുറിച്ച് അറിയില്ല കിരണേട്ടാ. ചിലപ്പോ കാർത്തിയെ പോകുമായിരിക്കും വീട്ടിലേക്ക്, അതുകൊണ്ടായിരിക്കും വിളിപ്പിച്ചതെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, ഇത് വേറെന്തോ കാര്യത്തിന് വേണ്ടിട്ടാന്ന് എനിക്ക് തോന്നുന്നേ. ഇനിയിപ്പം അങ്ങേരെങ്ങാനും ചെന്ന് കാണോ പരോളിന് ഇറങ്ങിയിട്ട് ആ രാഹുൽ എങ്ങാനും അവിടെ? അതും അറിയത്തില്ല, പക്ഷെ അങ്ങനെയാന്ന് തോന്നില്ല. ശരി, അന്നെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ പോയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇറങ്ങുവാണ്. ഇതേ സമയം വല്ലാത്ത ടെൻഷനിലാണ് കാർത്തിക. ലക്ഷ്മിയമ്മയോട് പറഞ്ഞു, അമ്മേ, ആ കല്യാണത്തിന്റെ അന്ന് കിരൺ നല്ല ടെൻഷനിലായിരുന്നു. സദ്യ പോലും നേരം വേണം കഴിക്കാൻ നിന്നില്ല. അവന് എങ്ങോട്ടേക്കോ പോയി. ഞാൻ ഓർത്ത ചിലപ്പോൾ ടെൻഷൻ കൊണ്ടായിരിക്കും ആ സമയത്ത് ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് വന്നാലെന്ന് ഉള്ള ടെൻഷൻ കൊണ്ടായിരിക്കും. പിന്നെ വീട്ടിൽ ചെന്ന സമയത്തൊക്കെ ആണെങ്കിലും കിരണിന്റെ മുഖത്ത് ആ ടെൻഷനും കാര്യങ്ങളും ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അവിടെ എന്ന് പറഞ്ഞു. ലക്ഷ്മിയമ്മ പറഞ്ഞു, വരട്ടെ, നമുക്ക് നോക്കാം, എന്താണെങ്കിലും വന്നു കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ അറിയാലോ എന്ന് പറഞ്ഞു. അതേ സമയത്താണ് പുറത്തൊരു കാറ് നിന്നെ. കാർത്തിക പറഞ്ഞു, കിരണും കല്യാണിയാന്ന് തോന്നിയെന്ന് പറഞ്ഞു. അങ്ങനെ കിരണും കല്യാണിയും കൂടെ അകത്തേക്ക് കയറി വന്നു. ഈ സമയത്ത് കല്യാണി വെച്ചു, എന്താ കാർത്തിയേച്ചി എന്തിനാ വിളിപ്പിച്ചേ? എന്തോ അത്യാവശ്യമായിട്ട് എന്തോ കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. കാർത്തിക പറഞ്ഞു, ആ CA മാർട്ടിൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോ കിരണിന്റെ കല്യാണിന്റെ ഒക്കെ മുഖം മാറി. അവര് വന്നിട്ട് 2-3 വട്ടം ചോദ്യം ചെയ്തു. പിന്നെ അവര് ചോദിച്ച ഒരേ ഒരു കാര്യം മാത്രം, ഗംഗാപ്രസാദ് ഓഡിറ്റോറിയത്തിലേക്ക് വന്നില്ലായിരുന്നോന്ന്, അവനെ എന്ത് ചെയ്തെന്ന്. ഇത് കേട്ടുകഴിഞ്ഞപ്പം കല്യാണി പറഞ്ഞു, അല്ല ചേച്ചി എന്ത് മറുപടി പറഞ്ഞു? എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ ചോദിച്ചു, കിരणे സത്യം പറ, ഗംഗാപ്രസാദ് ഓഡിറ്റോറിയത്തിലേക്ക് വന്നായിരുന്നു എന്ന് ചോദിച്ചു. ഇല്ല ലക്ഷ്മിയമ്മേ, അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു എന്ന് ചോദിച്ചു. ഇങ്ങനെയൊക്കെ തന്നെ ഞങ്ങളും സിയയോട് പറഞ്ഞ്, പക്ഷെ ആ സമയത്ത് അയാളെ ഒരു പെൺഡ്രൈവിൽ ഒരു വീഡിയോ ഇട്ട് കാണിച്ചു, ഗംഗാപ്രസാദ് പാത്തും പതുങ്ങി ഓഡിറ്റോറിയത്തിലേക്ക് വരുന്നേ. പക്ഷെ അയാൾ തിരിച്ചു പോയിട്ടില്ല. ഈ പറയുന്ന ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ മാത്രമേ ക്യാമറയുള്ളൂ, ബാക്ക് വശത്ത് ക്യാമറ ഇല്ലല്ലോ. പക്ഷെ എങ്കില് അവിടെ വീടിന്റെ അടുത്തുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഇത് കിട്ടിയത്, ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് വരുന്നത്. അത് കേട്ടപ്പം കിരൺ പറഞ്ഞു, അല്ല അത് പിന്നെ ലക്ഷ്മിയമ്മ വെച്ച് സത്യം പറ, അവൻ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവൻ എന്തേലും സംഭവിച്ചു കാണും, ഇല്ലാതെ വെറുതെ ഇരിക്കില്ല. എന്താ കിരണ് എന്തേലും മറച്ചു വെക്കുന്നുണ്ടോ? അപ്പോഴേക്കും കാർത്തി പറഞ്ഞു, ഞാൻ അപ്പം മുതൽ ശ്രദ്ധിക്കുന്ന, കിരൺ ആണെങ്കിൽ ആ താലികെട്ടിന്റെ സമയത്ത് അവിടെ ഇല്ലായിരുന്നു, എവിടേക്കോ പോയേക്കുമായിരുന്നു. പിന്നെ അതിന് ശേഷമാണെങ്കിലും കിരണും വേലും രതീഷും ഒക്കെ ഓരോ കാര്യത്തിനും ഓടി നടക്കുമായിരുന്നു. നിങ്ങളാണെങ്കിൽ അവിടെ അങ്ങനെ ഇല്ലായിരുന്നു താനും. കല്യാണി അന്വേഷിച്ചുകൊണ്ട് പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം കാണാതെ വന്നു കഴിഞ്ഞപ്പത്തേനും പിന്നെ അതിന്റെ തിരക്കായതുകൊണ്ട് ഞങ്ങൾ കൂടുതലൊന്നും ചോദിക്കാൻ പോകാത്തെ. സത്യം പറയണേ, ഗംഗാപ്രസാദ് അവിടെ വന്നിട്ടുണ്ടായിരുന്നോ? അവനെന്തേലും സംഭവിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. കിരൺ പറഞ്ഞു, നിങ്ങളിതെന്താ പോലീസ് മുറയെ ചോദ്യം ചെയ്യുന്നേ? അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു, അതെന്താ കിരണേ അങ്ങനെ പറഞ്ഞേ? അല്ല, പോലീസുകാർ ചോദ്യം ചെയ്യുന്ന പോലെയാണല്ലോ കല്യാണി ഇവരെന്നെ ചോദ്യം ചെയ്യുന്നതെന്ന് ചോദിച്ചു. നീ ഇതുപോലെ തന്നെയായിരുന്നു, മുമ്പ് എന്നെ ഇതുപോലെ ചോദ്യം ചെയ്തിട്ടുണ്ട്, നിനക്കറിയാലോ അല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, അത് പിന്നെ ഇവളുടെ ചോദ്യം ചെയ്ത് അങ്ങ് നിന്നെന്ന് പറഞ്ഞു. കാർത്തി പറഞ്ഞു, അങ്ങനെ കല്യാണി ചോദ്യം ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ കല്യാണിക്ക് അതിന് വേണ്ട മറുപടി കിട്ടിക്കണം. കൃത്യമായ മറുപടി കിട്ടിയിട്ടായിരിക്കും കല്യാണി ചോദ്യം ചെയ്ത് നിർത്തിയത്, ശരിയല്ലേന്ന് ചോദിച്ചു. അതിന് കിരണ് മറുപടി പറയാൻ പറ്റിയില്ല. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, ഇനി എന്തിനാ കിരണേട്ടാ മറച്ചു വെക്കുന്നേ, ഉള്ള കാര്യം അങ്ങോട്ട് തുറന്നു പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ വെച്ചു, എന്താ മോനെ സംഭവിച്ചേ? ഞങ്ങൾക്ക് കാര്യം എന്താണെന്ന് അറിയണം. ഗംഗാപ്രസാദ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നീ എന്താളും വെറുതെ ഇരിക്കില്ല, ഞങ്ങൾക്കറിയാം, അതുകൊണ്ടാ ചോദിച്ചതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, ഇനി ഇപ്പൊ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല, എല്ലാം കൂടെ പറഞ്ഞേക്കാന്ന് പറഞ്ഞു. പിന്നീട് കിരൺ ആ കാര്യങ്ങൾ പറയണം. ഗംഗാപ്രസാദ് കാർത്തികനെയും ദിലീപിനും ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങിയതും അവിടെയിട്ട് അവനെ തല്ലിയതും പിന്നീട് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവനോട് മരിച്ചു കിടക്കുന്നു. വേലും രതീഷും താനും കൂടെ അവനെ കൊണ്ട് കുഴിച്ചിട്ടതായ കാര്യങ്ങൾ ഒക്കെ പറയണം. എവിടെ കുഴിച്ചിട്ടെന്നൊന്നും പറഞ്ഞില്ല, കുഴിച്ചിട്ടതായ കാര്യങ്ങളൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ലക്ഷ്മിയമ്മ ആകെപ്പാടെ വല്ലാത്തൊരു അന്തലിപ്പ് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. കാർത്തി പറഞ്ഞു, നല്ല കാര്യം കിരണേ, എനിക്കിപ്പോഴാ ഒരു സന്തോഷമായത്. അവൻ അങ്ങനെ തന്നെ വേണം, അല്ലെങ്കിലും എനിക്കറിയായിരുന്നു നീ അവനെ തീർക്കും എന്നുള്ള കാര്യം. ദീപാന്റീനെ ഇല്ലാതാക്കിയപ്പോ തന്നെ എനിക്ക് ആ ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു, മോനെ ഇത് പ്രശ്നമാവത്തില്ലേ? അത് കേട്ട് കഴിഞ്ഞപ്പോ കാർത്തി പറഞ്ഞു, കിരൺ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എത്ര രൂപ വേണേലും ഞാൻ ചെലവഴിച്ചോളാം ഇതിനു വേണ്ടിയിട്ട്, നിന്നെ പുഷ്പം പോലെ പുറത്തിറക്കിക്കോളാം, ആ കാര്യം ഓർത്ത് നീ പേടിക്കണ്ട. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, ആ CA മാർട്ടിന് ഏകദേശം എന്നോട് അടുത്തെത്തി കഴിഞ്ഞു അന്വേഷിച്ച്, അധികം വൈകാതെ തന്നെ എന്നെ പിടികൂടുമെന്ന് എനിക്ക് ഉറപ്പാ. പിന്നെ പൈസ കൊടുത്ത് ഒതുക്കാൻ പറ്റുന്ന കേസായിരുന്നെങ്കിൽ പണ്ടേ അച്ഛനത് ഒതുക്കി തീർത്താനും, പക്ഷെ അതും കൊണ്ട് പറ്റത്തൊന്നുമില്ല.
എന്നാലും എനിക്ക് പേടിയൊന്നുമില്ല. അവനെ പോലൊരു ദുഷ്ടനെ കൊന്നിട്ടല്ലേ ഞാൻ ജയിലിലേക്ക് പോന്നെ. പക്ഷെ പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കൃത്യം കൂടെ നിർവഹിച്ചിരിക്കും. രണ്ടവന്മാരും കൂടെ ഉണ്ട്. ഒന്ന് ബഹാസുരൻ എന്ന് വിളിക്കുന്ന എന്റെ അങ്കിളും, പിന്നെ ഇവളുടെ ആങ്ങള എന്റെ അളിയനും. രണ്ടെണ്ണത്തിനോട് തീർത്തിട്ട് പോവാണെങ്കിൽ മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനത്തോടു കൂടി ഈ ഭൂമി കഴിയാലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു, മോനെ നീ എന്തൊക്കെയാ പറയണേ? നീ കല്യാണി മോളെ കുറിച്ച് ആലോചിച്ചോ? അവളുടെ ജീവിതം എന്താവുന്നു ആലോചിച്ചോന്ന് ചോദിച്ചോ. കാർത്തി പറഞ്ഞു, കിരണേ നീ അങ്ങനൊന്നും ചെയ്യണ്ട. കാരണം കല്യാണിക്ക് ഇപ്പൊ നല്ല നല്ല വിഷമമുണ്ട്. കല്യാണിയുടെ ഒപ്പം നീ വേണമെന്ന് പറഞ്ഞു. പിന്നെ ഈ കാര്യങ്ങളൊക്കെ, ഈ ഗംഗാപ്രസാദിന്റെ കാര്യങ്ങൾ ആദ്യം ഞങ്ങളെല്ലായിരുന്നു അറിയിക്കണ്ടേ? ഇങ്ങനെ ഒരു സംഭവം നടന്ന കല്യാണിയുടെ ഒക്കെ പറയുന്നതിന് മുമ്പ് നീ ഞങ്ങളെ അറിയിക്കണ്ടായിരുന്നോ? ഞങ്ങളല്ലേ അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നേ. അങ്ങനെയായിരുന്നെങ്കിൽ ആ കുറ്റം ഞാൻ ഏറ്റെടുത്തന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഗംഗാപ്രസാദ് പറഞ്ഞു, നിങ്ങൾ ഹണിമൂൺ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകല്ലായിരുന്നോ? ആ സമയത്ത് വെറുതെ മനസ്സിന് ടെൻഷൻ ആക്കണമെന്ന് കരുതിയതാ. ഇപ്പം പോകേണ്ട വീടും കാര്യങ്ങളൊക്കെ പോയിട്ട് വന്നല്ലോ, അതുകൊണ്ട് മാത്രം ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞേ, അല്ല പറയില്ലായിരുന്നു പറഞ്ഞു. ലക്ഷ്മി പറഞ്ഞു, മോനെ നീ ഇനി വേറൊന്നിലും പോയി ചാടരുത്. കാരണം കല്യാണിക്ക് വേറെ ആരോ ഉള്ളേ? അവളിപ്പോ ജീവിക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നീ ജയിലിൽ പോയി ഇനി കിടന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നേ? അവനെ പോലെയുള്ള കൊടും ക്രിമിനലെ ഇല്ലാതാക്കിയത് നല്ല കാര്യം തന്നെയാ. പക്ഷേങ്കിൽ അതിന്റെ പേരിൽ നീ ശിക്ഷ അനുഭവിക്കാന്ന് പറഞ്ഞാൽ എനിക്കൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല എന്ന് പറഞ്ഞു. ആ സമയം കിരൺ പറഞ്ഞു, ഈ പറയുന്ന മാർട്ടിനുണ്ടല്ലോ, അയാളെ നേരെ പോകുന്നുള്ള പ്രകൃതിക്കാരനാ. അതുകൊണ്ട് അയാൾക്ക് കൈക്കൂലി കൊടുത്തൊന്നും അയാളെ സ്വാധീനിക്കാൻ പറ്റില്ല. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടണം എന്നൊരു സ്വഭാവക്കാരൻ അയാള്. അതുകൊണ്ട് അയാൾ ഉറപ്പായിട്ടും എന്നെ പിടികൂടും. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, അതെ കിരണേട്ടൻ വിഷമിക്കൊന്നും വേണ്ട. എന്താണെങ്കിലും ഇനിയിപ്പം ധൈര്യമായിട്ടിരിക്കുക, വരാനുള്ളത് വന്നു. ആ സമയം ലക്ഷ്മി വെച്ചു, അല്ല ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. ആ ബോഡി എവിടെയാ കുഴിച്ചിട്ടെ? അവനെ കൊന്നെന്ന് പറഞ്ഞല്ലോ, ആ ബോഡി കൊണ്ട് കുഴിച്ചിട്ട് എവിടെയാന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, വീടിന്റെ പിന്നാമ്പുറത്തുണ്ട്. വീടിന്റെ പിന്നാമ്പുറത്ത് അവനെ കുഴിച്ചിട്ടിട്ട് അവിടെ ഒരു തൈത്തെങ്ങും വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. വീടിന്റെ പിന്നിലോ? അതെ. ഇനി ആ തെങ്ങ് ഇച്ചിരി വളർന്നു കഴിയുമ്പോഴത്തേനും അത് വെട്ടിക്കളയണം. ഇപ്പൊ നല്ല വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വളരാനായിട്ട്. അത് വെട്ടിക്കളഞ്ഞില്ലെങ്കിലേ അതിലൊരു തേങ്ങ പോലും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം അത്രയ്ക്ക് ദുഷ്ടനാവന്. അതുകൊണ്ട് ആ തെങ്ങിലൊരു തേങ്ങ പോലും എടുക്കാൻ പറ്റില്ല. അത്രയ്ക്ക് വിഷമല്ലേ ആ തെങ്ങ് വലിച്ചെടുക്കണേന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ഞെട്ടലുണ്ടായിരുന്നു ലക്ഷ്മി അമ്മയ്ക്ക്. കാരണം വീടിന്റെ പിന്നാമ്പുറത്ത് കൊണ്ട് കുഴിച്ചിടാന്ന് പറഞ്ഞാൽ എങ്ങാനും പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താവും എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ നിറയും. കുറച്ച് കഴിഞ്ഞപ്പോ ശാരിയും രൂപയും കൂടെ അടുക്കളയിലാണ്. ആ സമയം ശാരി ചോദിച്ചു, ഈ ആമിനി എന്തിനാ ഇടയ്ക്കിടയ്ക്ക് പോണേന്ന് ചോദിച്ചു. അപ്പോഴേക്കും നല്ല ദേഷ്യം വന്നു രൂപയ്ക്ക്. അതെന്താ, അവൾക്ക് വീട്ടിൽ പോയി കൂടാന്ന് ചോദിച്ചു. അവൾ അവളുടെ ഇഷ്ടത്തിന് പോട്ടെ. അതെ, അവൾക്ക് ഇഷ്ടമുള്ളപ്പോ പോവും, ഇഷ്ടമുള്ളപ്പോ വരും. അത് നീ അറിയേണ്ട കാര്യമില്ല. നിന്നെക്കാളും പ്രധാനമാണ് ഞങ്ങൾക്ക് യാമിനി. അത് നിനക്കറിയാലോ ശാരി എന്ന് പറഞ്ഞു. അതേ സമയത്താണ് രാഹുൽ അവിടേക്ക് വരുന്നത്. രാഹുൽ വന്നു കഴിഞ്ഞപ്പോ കുഞ്ഞ് സിറ്റ് ഔട്ട് കളിച്ചോണ്ടിരിക്കുന്നുണ്ടു. അപ്പൊ കുഞ്ഞിനെ കൊഞ്ചിക്കണം മോളെ എന്നൊക്കെ വിളിച്ചിട്ട്. ഈ ശബ്ദം അകത്തുനിന്ന് രൂപ കിട്ടു. രൂപ പറഞ്ഞു, അല്ല അത് നിന്റെ ഭർത്താവിന്റെ അല്ലേ ആ ശബ്ദം കേൾക്കുന്നേ? അങ്ങേരുടെ. ശാരിയോട് ശരിയാണല്ലോ, അങ്ങേര് പരോളിന് ഇറങ്ങുന്നൊക്കെ അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ ശാരി പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും മോളെ എടുത്ത് ഒക്കത്ത് വെച്ചോണ്ടിരിക്കണം രാഹുല്. എടൂ എന്റെ കുഞ്ഞിനെ ഇങ്ങ് തരാനും പറഞ്ഞൊരു ശാരി കുഞ്ഞിനെ പിടിച്ചു. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേ? മര്യാദയ്ക്ക് അവിടുന്ന് പോയിക്കോണെന്ന് പറഞ്ഞു. അത് ശാരി, ഞാൻ മോളെ ഒന്ന് കാണാൻ വിട്ട്. നിങ്ങൾ കൂടുതൽ മോളെ ഒന്നും കാണണ്ട, മര്യാദയ്ക്ക് പോയിക്കോ, അതാ നല്ലതെന്ന് പറഞ്ഞു. അത് കേട്ടോണ്ടാണ് ചന്ദ്രസേനം വരുന്നത്. ചന്ദ്രസേനം വന്നിട്ട് ചോദിച്ചു, നീയോ എന്തിനാടാ എന്റെ വീട്ടുമുറ്റത്തേക്ക് കയറിയെന്ന് ചോദിച്ചു. ഒറ്റ തള്ളായിരുന്നു. രാഹുൽ നിലത്ത് കിടന്നു. മര്യാദയ്ക്ക് പോയിക്കോളെന്ന് പറഞ്ഞു. രാഹുൽ വന്നിട്ട് പറഞ്ഞു, സേന ഞാൻ ഉപദ്രവിക്കാൻ വന്നൊന്നുമല്ല, എന്റെ മോളെ ഒന്ന് കാണാനായിട്ട് ഭാര്യ ഒന്ന് കാണാൻ വേണ്ടിട്ടാ വന്നേന്ന് പറഞ്ഞു. ശാരി പറഞ്ഞു, നിങ്ങളൊരു മോളെ ഭാര്യ ഒന്നും കാണണ്ടെന്ന് പറഞ്ഞു. ഈ സമയത്ത് രൂപ നോക്കിക്കഴിഞ്ഞപ്പോ അകത്ത് കഞ്ഞിക്കുള്ള വെള്ളം നല്ല തിളച്ച് മറിയുവാണ്. രൂപ അത് കൂട്ട് കുറെ എടുത്തു. അതും എടുത്തോണ്ട് നേരെ സിറ്റ് ഔട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വെള്ളം എടുത്തോണ്ട് വന്നെങ്കിലും നിൽക്കുവാണ്. ഈ സമയത്ത് വലിയ പാപത്തം കാണിച്ചിട്ട് രാഹുൽ പറഞ്ഞു, അതെ എന്നെ ഒന്നും ചെയ്യരുത്, എനിക്ക് എന്റെ മോളെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് വന്നേ. ഞാൻ സരുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെങ്കിൽ അവൾ എന്നെ കുറെ ചീത്ത പറഞ്ഞു. അപ്പൊ എനിക്ക് സഹിച്ചില്ല. പക്ഷെ എന്റെ കൊച്ചുമോളെ എനിക്കൊന്ന് കാണാതിരിക്കാൻ പറ്റില്ലോ എന്ന് പറഞ്ഞു. മര്യാദയ്ക്ക് പോയിക്കോടാം, നീ ചെയ്ത ക്രൂരതകളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും രൂപ എന്ത് ചെയ്തു, കാര്യേക്കും തളച്ചവൾ ഒറ്റ ഒഴുക്കിലായിരുന്നു. പെട്ടെന്ന് മുഖം മാറ്റിയതുകൊണ്ട് രാഹുലിന്റെ മുഖത്ത് വീണില്ല, കയ്യിലേക്കൊക്കെ വീണു. രാഹുൽ പറഞ്ഞു, എനിക്ക് നന്നായിട്ട് പൊള്ളി നീറുന്നുണ്ട്, ഇത്തിരി ഐസ് കിട്ടുമെന്ന് ചോദിച്ചു. സേനം പറഞ്ഞു, ഐസല്ല തീക്കട്ടെ നിനക്ക് തരാൻ പോന്നെ, അത് നിന്റെ കയ്യിലേക്ക് വെക്കും, അതാ സംഭവിക്കാൻ പോന്ന് പറഞ്ഞു. കടന്നു പോടാ ഇവിടെന്ന് പറഞ്ഞു. ശാരി പറഞ്ഞു,
ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിലേ ഇതൊന്നും ആയിരിക്കില്ല, ഇതിന്റെ അപ്പുറത്തേക്കായിരിക്കും ഞാൻ ചെയ്യാൻ പോന്നെ. മര്യാദയ്ക്ക് പൊയ്ക്കോണെന്ന് പറഞ്ഞു. സേനം പറഞ്ഞു, ഇപ്പം നിന്റെ കൊച്ചുമോളെ ഞങ്ങൾ നല്ല പൊന്നു പോലെയാടാ നോക്കുന്നേ. നിന്റെ നിന്റെ മരുമന്റെ സ്വഭാവത്തിലല്ല അവളെ ഞങ്ങൾ വളർത്തുന്നത്, നല്ല രീതിയിൽ തന്നെയാ. പിന്നെ നീ എന്താ ഏതാന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. കാരണം ഈ പറയുന്ന മനോഹർ ജയിലിൽ നിന്ന് കത്തെഴുതുന്നുണ്ടായിരുന്നു. നീ അവിടെ കാണിച്ചു കൂട്ടുന്നോ, നീ അവിടെ ഒപ്പിക്കുന്നോ ഒക്കെ കാര്യങ്ങളൊക്കെ, നിന്റെ ശത്രുതാൻ കാര്യങ്ങളൊക്കെ. മനോഹർ നല്ലവനായി, പക്ഷെ അവനെ പോലും ഞങ്ങൾ അംഗീകരിക്കാൻ ഇപ്പോഴും കൂട്ടാക്കില്ല. പിന്നെയാണോടാ നിന്നെ നീ നല്ലവനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിന്നെ സ്വീകരിക്കുമെന്ന് കരുതിയോ? ഒരിക്കലും ഇല്ലടാ. ഇപ്പം നിന്റെ മോളുണ്ടല്ലോ, സ്വന്തം മോള്, നിന്റെ കൊച്ചുമോളെ ഞങ്ങളുടെ അടുത്ത് ഏൽപ്പിച്ച് എന്തിനാണെന്നറിയാവോ? ഞങ്ങൾ നല്ല വിധം തന്നെ നോക്കൂന്ന് അറിയാവുന്നോണ്ടാ. അവൾക്ക് എപ്പോഴും അച്ഛനുണ്ട്. എന്റെ മോനാ കൺമണി മോളുടെ അച്ഛനാ, നിനക്കറിയാവോ? പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഞാനും ഈ നിൽക്കുന്ന രൂപയൊക്കെ അതിന്റെ ഇടയ്ക്കിലേക്ക് കയറി വന്നോണ്ടല്ലോ നിന്നെ തീർക്കൂന്ന് പറഞ്ഞു. ഒടുവിൽ രാഹുലിനെ ആട്ടി അകറ്റുവാണ് അവിടുന്ന്. ചാരി അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് രൂപ പറഞ്ഞു, അവന് ആ കൈ പൊത്തിയത് കൊണ്ടാ, അല്ലായിരുന്നെങ്കിൽ അവന്റെ മുഖത്ത് ആ വെള്ളം എല്ലാം കൂടെ വീണേനം, അതായിരുന്നു വേണ്ടിയിരുന്നെന്ന് പറഞ്ഞു. അവനെ വെറുതെ വിടല് ചന്ദ്രേട്ട, ഇനി വന്നിട്ടുണ്ട് അവനെ അങ്ങ് തീർത്ത് കളയണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.